നമസ്കാരം. ശിവഗിരി HSFM. പുത്തൻ കാൽവെപ്പുമായി നമ്മൾ പുതുവർഷത്തെ എതിരേൽക്കുകയാണ്. എല്ലാവർക്കും ശിവഗിരി HSFMന്റെ പുതുവത്സര ആശംസകൾ. 125 ആഴ്ചകൾ ശബ്ദവിന്യാസങ്ങളിലൂടെ അറിവിന്റെ അതിശയങ്ങളുടെ, കുഞ്ഞൻ നുറുങ്ങുവിദ്യകളുടെ, വമ്പൻ ശാസ്ത്രവിദ്യകളുടെ പങ്കുവെക്കൽ, കവിതയും പാട്ടും കഥയും നമ്മൾ കേട്ടു നിറഞ്ഞു. 125 ആഴ്ചകൾ സംഖ്യ കൊണ്ട് അടയാളപ്പെടുത്താവുന്ന ചെറിയ കാലയളവല്ല. പരിചയക്കുറവിൽ നിന്ന് പഠനങ്ങളിലൂടെ വടിവെട്ടി മുന്നേറിയ കാലമാണ് നമ്മൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ശിവഗിരി HSFM. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്, ബയാന, യുവിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ഗുരു പഠിപ്പിച്ചത് മാനവികത. രാംനാഥ് കോവിന്ദ്. കങ്കാരുക്കളെ വീഴ്ത്തി ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ വനിതകൾക്ക് ചരിത്ര വിജയം. ശിവഗിരി HSന്റെ ശതാബ്ദിയും കോട്ടയം കുറിച്ചി AVHSന്റെ നവതി ആഘോഷങ്ങളുടെയും ഉദ്ഘാടനം നടന്നു. ശബരിമലയിൽ ലക്ഷത്തിലേറെ പേർ. വീണ്ടും പാളി നിയന്ത്രണം. UN കരട് പ്രമേയം അംഗീകരിച്ചു. PSCക്ക് ആധാർ പരിശോധിക്കാം. പുരപ്പുറ സോളാർ ജനപ്രിയ ഹിറ്റ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഗുരു പഠിപ്പിച്ചത് മാനവികത. രാംനാഥ് കോവിന്ദ്. ഏകത്വത്തിൻ്റെയും മാനവികതയുടെയും സഹിഷ്ണുതയുടെയും സന്ദേശമാണ് ശ്രീനാരായണ ഗുരു നമ്മെ പഠിപ്പിച്ചതെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തിന്റെ സത്ത ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ കാണാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ച സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർവമത സമ്മേളന ശതാബ്ദി ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ഭാവിയെ പ്രചോദിപ്പിക്കൽ കൂടിയാണ്. മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് സ്നേഹം, ദയ, അനുകമ്പ തുടങ്ങിയ മൂല്യങ്ങളാണ്. ഒരു മതവും മറ്റൊന്നിനേക്കാൾ മഹത്തരമല്ല. മനുഷ്യരാശിയെ യാതൊരു വേർതിരിവുകളുമില്ലാതെ ഒന്നുപോലെ കാണാൻ ദീർഘദർശിയായ ഗുരുവിന് കഴിഞ്ഞു. പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ മതവൈവിധ്യമാണ് ഇന്ത്യയുടെ കരുത്ത്. കങ്കാരുക്കളെ വീഴ്ത്തി ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ വനിതകൾക്ക് ചരിത്ര വിജയം. ലോക 1-ാം നമ്പർ ടീമായ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് മത്സരത്തിൽ വമ്പൻ ജയവുമായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. 8 വിക്കറ്റിനാണ് ഓസ്ട്രേലിയ ഉയർത്തിയ ലക്ഷ്യം ഇന്ത്യ മറികടന്നത്. 75 റൺസ് വിജയലക്ഷ്യം 18.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ നേടി. വനിതാ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് വിജയമാണിത്. ഓസീസിന്റെ 2-ാം ഇന്നിംഗ്സിൽ ശേഷിക്കുന്ന 5 വിക്കറ്റുകൾ 4-ാം ദിനം ഇന്ത്യ വീഴ്ത്തിയത് വെറും 28 റൺസ് മാത്രം വഴങ്ങിയാണ്. സ്മൃതി മന്ധാനയാണ് ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചത്. 88 പന്തിൽ 51 റൺസ് എടുത്ത താരം പുറത്താകാതെ നിന്നു. ജമീമ റോഡ്രിഗ്സ് 15 പന്തിൽ 12 റൺസ് എടുത്തു. 3-ാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ 5-ന് 233 എന്ന നിലയിലായിരുന്നു ഓസ്ട്രേലിയ. 4-ാം ദിനം 261 റൺസിന് ഇന്ത്യ ഓസീസിനെ ചുരുട്ടിക്കെട്ടി. ശിവഗിരി HSന്റെ ശതാബ്ദിയും കോട്ടയം കുറിച്ചി AVHSന്റെ നവതി ആഘോഷങ്ങളുടെയും ഉദ്ഘാടനം നടന്നു. 91ാമത് ശിവഗിരി തീർത്ഥാടന വേദിയിൽ ശിവഗിരി HSന്റെ ശതാബ്ദിയും കോട്ടയം കുറിച്ചി AVHSന്റെ നവതി ആഘോഷങ്ങളുടെയും ഉദ്ഘാടനം നടന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ച് MP ശ്രീ അടൂർ പ്രകാശ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ ശ്രീമദ് വിശാലാനന്ദ സ്വാമികൾ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ഡോക്ടർ ചന്ദ്രമോഹൻ, പൂർവ്വ വിദ്യാർത്ഥി ശ്രീ സുകുമാരൻ, ശ്രീമതി നിമ്മി, ശ്രീമതി V പ്രമീളാദേവി, ശ്രീമതി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമലയിൽ ലക്ഷത്തിലേറെ പേർ. വീണ്ടും പാളി നിയന്ത്രണം. 1 ലക്ഷത്തിലേറെ പേരാണ് കഴിഞ്ഞ 2 ദിവസമായി ദർശനത്തിനെത്തുന്നത്. ഇതോടെ നിയന്ത്രണവും പാളി. 90,000 വെർച്വൽ ക്യൂ, 10,000 സ്പോട്ട് ബുക്കിങ്ങിന് പുറമെ കാനനപാത, പുൽമേട് വഴി നേരിട്ട് സന്നിധാനത്തെത്തുന്നവരും ധാരാളം. നട അടയ്ക്കുന്നതിനാൽ വരുന്നവർക്കെല്ലാം ദർശന സൗകര്യം ഒരുക്കുന്നുണ്ടെന്ന് പോലീസ് പറയുന്നു. മകരവിളക്കിനായി 30-ന് വൈകിട്ട് 5-ന് വീണ്ടും തുറക്കും.
സന്നിധാനത്ത് എത്താൻ കഴിയാതെ തിരിച്ചുപോയ ഭക്തർ പന്തളത്ത് നെയ്തേങ്ങയുടച്ച് ദർശനം നടത്തി മടങ്ങേണ്ട സാഹചര്യവും ഉണ്ടായി. 2 ആഴ്ച മുമ്പും ഇങ്ങനെ സംഭവിച്ചത് വ്യാപക വിമർശനത്തിനിടയാക്കിയിരുന്നു. നവകേരള യാത്രയിൽ നിന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനെ ശബരിമലയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. പരിചയസമ്പന്നരായ പോലീസുകാരെ 18ാം പടിയിൽ നിയോഗിച്ചാണ് അന്ന് ദർശന സൗകര്യം വേഗത്തിലാക്കിയത്. UN കരട് പ്രമേയം അംഗീകരിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധം മുറുകുന്ന ഗാസയിൽ കൂടുതൽ സഹായം എത്തിക്കാനുള്ള കരട് പ്രമേയത്തിന് UN രക്ഷാസമിതിയുടെ അംഗീകാരം. അതേസമയം US-നെ വിമർശിച്ച് റഷ്യ മുന്നോട്ട് വെച്ച ഭേദഗതി തള്ളി. മാസങ്ങൾ നീണ്ട പോരാട്ടത്തിൽ ഗാസയിലെ ജനങ്ങൾ കടുത്ത മാനുഷിക പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് പുതിയ പ്രമേയം അവതരിപ്പിക്കുന്നത്. 13 അംഗങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ ആരും എതിർത്തില്ല. അമേരിക്കയും റഷ്യയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. US വീറ്റോ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് റഷ്യ വിട്ടുനിൽക്കുന്നത്. ഒരു തടസ്സവുമില്ലാതെ മാനുഷിക സഹായം ഗാസയിൽ എത്തിക്കാൻ യുദ്ധത്തിന്റെ ഭാഗമായ എല്ലാ കക്ഷികളും അനുവദിക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. അതേസമയം അടിയന്തര വെടിനിർത്തൽ ആവശ്യങ്ങളൊന്നും പ്രമേയത്തിൽ പരാമർശിച്ചിട്ടില്ല. അതിനിടെ ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം ആരംഭിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം 20,000 കടന്നു. PSCക്ക് ആധാർ പരിശോധിക്കാം. സർക്കാർ ജോലിയിലെ ആൾമാറാട്ടം തടയാൻ PSC ആധാർ അധിഷ്ഠ പരിശോധനയിലേക്ക് കടക്കുന്നു. ഇതിനുള്ള അംഗീകാരം PSCക്ക് കൈമാറി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് വിജ്ഞാപനമിറക്കി. ഉദ്യോഗാർത്ഥികളുടെ അനുമതിയോടെയായിരിക്കും ആധാർ പരിശോധിക്കുക. ഒറ്റത്തവണ രജിസ്ട്രേഷൻ, പരീക്ഷ, രേഖാപരിശോധന, അഭിമുഖം, നിയമശുപാർശ, സർവീസ് പരിശോധന എന്നിവയ്ക്കാണ് ആധാർ അധിഷ്ഠ പരിശോധന PSC നടത്തുക. ഉദ്യോഗാർത്ഥി നൽകേണ്ട അനുമതിപത്രത്തിന്റെ മാതൃകയും വിജ്ഞാപനത്തിനൊപ്പം പ്രസിദ്ധീകരിച്ചു. PSCക്ക് ആധാർ പരിശോധന നടത്താൻ UIDയുടെ യൂണിറ്റ് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുമതിയും വിജ്ഞാപനത്തിലൂടെ ഉറപ്പാക്കി. സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ ആധാർ നിർബന്ധമാക്കി 2020 ജൂണിൽ സംസ്ഥാനം ഉത്തരവിറക്കിയിരുന്നു. ജോലിയിൽ പ്രവേശിക്കുന്നവർ 1 മാസത്തിനകം PSC ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ആധാർ ബന്ധിപ്പിക്കണമെന്നും ഇത് നിയമാധികാരി ഉറപ്പുവരുത്തണമെന്നുമായിരുന്നു ഉത്തരവ്. കോടതി ഇടപെടലിനെ തുടർന്ന് 2021 ഏപ്രിലിൽ ഉത്തരവ് പിൻവലിച്ചു. പുരപ്പുറ സോളാർ ജനപ്രിയ ഹിറ്റ്. പുരപ്പുറ സോളാർ ഉൽപാദനത്തിൽ റെക്കോർഡ് കുറിച്ച് കേരളം. 2023-24 500 മെഗാവാട്ട് ലക്ഷ്യം വെച്ചിടത്ത് നവംബറിൽ തന്നെ ഉൽപാദനം 541 മെഗാവാട്ടിലെത്തി. ഇതിനകം 1.7 ലക്ഷം വീട്ടുകാരാണ് കണക്ഷൻ എടുത്തത്. 3 ലക്ഷം പേർ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നു. വൈദ്യുതി ബിൽ 1500-2500 രൂപ വരുന്നവർക്ക് 3 കിലോ വാട്ടിന്റെ സോളാർ മതിയാകും. 3 കിലോ വാട്ടിന് ചെലവ് 1.9 മുതൽ 2 ലക്ഷം രൂപ. ഇതിന്റെ 40% സബ്സിഡിയാണ്. വീട്ടാവശ്യം കഴിഞ്ഞ് KCBക്ക് നൽകുമ്പോൾ യൂണിറ്റിന് 2.69 രൂപ കിട്ടും. 2019 കേരളത്തിൽ പുരപ്പുറ സോളാർ തുടങ്ങിയത്. കോവിഡിൽ പദ്ധതി പ്രതിസന്ധിയിലായി. പിന്നീട് 2021 പുനരാരംഭിച്ചതോടെ വൻ ഡിമാൻഡായി. 2021 122.17 മെഗാവാട്ടും 2022 127.5 മെഗാവാട്ടും ഉൽപ്പാദിച്ചു. അടുത്ത വർഷം തിരുവനന്തപുരത്ത് സോളാർ സിറ്റി പദ്ധതിയും കേന്ദ്ര സർക്കാരിന്റെ 155 മെഗാവാട്ടിന്റെ സോളാർ പാർക്കും വരും. ഇതുകൂടിയാകുമ്പോൾ സൗരോർജ ഉൽപ്പാദനം വീണ്ടും കുതിക്കും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഗുരു പഠിപ്പിച്ചത് മാനവികത. രാംനാഥ് കോവിന്ദ്. കങ്കാരുക്കളെ വീഴ്ത്തി ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ വനിതകൾക്ക് ചരിത്ര വിജയം. ശിവഗിരി HSന്റെ ശതാബ്ദിയും കോട്ടയം കുറിച്ചി AVHSന്റെ നവതി ആഘോഷങ്ങളുടെയും ഉദ്ഘാടനം നടന്നു. ശബരിമലയിൽ ലക്ഷത്തിലേറെ പേർ. വീണ്ടും പാളി നിയന്ത്രണം. UN കരട് പ്രമേയം അംഗീകരിച്ചു. PSCക്ക് ആധാർ പരിശോധിക്കാം. പുരപ്പുറ സോളാർ ജനപ്രിയ ഹിറ്റ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കാവ്യസല്ലാപത്തിൽ ഇന്ന് ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ നെല്ലിക്ക എന്ന കവിത കേൾക്കാം. അവതരണം അനന്യ സന്ദീപ്.
നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിങ്ങിടലുണ്ണി. ഓർത്തുവെക്കാനൊത്തിരി കഥ ബാക്കിയെന്നുണ്ണി, ബാക്കി വെച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുണ്ണി. ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളിയുണർന്ന ബാല്യങ്ങൾ, ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽ കുഴികൾ. നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും, ലേലമിട്ടു വിരുന്നുകാർക്ക് വിളമ്പുമെന്നുണ്ണി. മാവിലെ കുഞ്ഞാറ്റമുട്ട വിരിഞ്ഞൊരാ കൂട്, കാറ്റിലാടിയ കാലമങ്ങു കൊഴിഞ്ഞു പോയുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി. വിൽപ്പനയ്ക്കു നിരത്തിവെച്ചവ ഒക്കെ വിത്താണ്, വിത്തുവാരി വിതച്ച പാടം തിരുപ്പാണ്. നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും, ലേലമിട്ടു വിരുന്നുകാർക്കു വിളമ്പുമെന്നുണ്ണി. മാറ്റമില്ല എന്നു കരുതിയതൊക്കെയും മാറി, മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി. പാട്ടുമാറി പകിടമാറി പതിവുകൾ മാറി, കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി. അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി, അമ്മ ആരെന്നറിയാതെ ആങ്ങള മാറി. പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറി. മാറി മാറി മറിഞ്ഞ കാലം മാഞ്ഞു മറയുമ്പോൾ, മാറി മാറി മറിഞ്ഞ കാലം മാഞ്ഞു മറയായി. മാറിനുള്ളിലെരിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി, മാറിനുള്ളിലെരിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. കാടുകത്തിയമർന്നെടുത്തു കുരുത്തുപേഴും കായെടുത്തു കടിച്ചു പല്ലു കളഞ്ഞിടലുണ്ണി. കാടുകത്തിയമർന്നെടുത്തു കുരുത്തുപേഴും കായെടുത്തു കടിച്ചു പല്ലു കളഞ്ഞിടലുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HSFM 124-ാമത് ആഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് 6ാം ക്ലാസ് D ഡിവിഷനിലെ അശ്വന് ശിവഗിരി HSFMന്റെ അഭിനന്ദനങ്ങൾ. 124-ാമത് ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: സഞ്ജു സാംസൺ ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയത് ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഉത്തരം ദക്ഷിണാഫ്രിക്ക. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ: ശിവഗിരിയിൽ ഇപ്പോൾ നടക്കുന്നത് എത്രാമത്തെ തീർത്ഥാടനമാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി HSFM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.